നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ വീഡിയോയിലൂടെ പ്രോസ്പെക്ടസ് കൃത്യമായിട്ട് മനസ്സിലാക്കി. അപേക്ഷിക്കുന്നതിന് മുമ്പ് എല്ലാവരും വ്യൂ പ്രോസ്പെക്ടസ് എടുത്ത് കൃത്യമായി പരിശോധിക്കുക. ഇനി നമുക്ക് ഓൺലൈൻ അപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നാളെ 4 മണിക്കാണ് ഇതിൻ്റെ ലിങ്ക് ഓപ്പൺ ആവുക. അതിനു മുമ്പ് ഇന്ന് വന്ന അപ്ഡേഷനുകളാണ് ഇത് രണ്ടും. ഇൻസ്ട്രക്ഷൻ ഫോർ വ്യൂയിങ് ലാസ്റ്റ് റാങ്ക്, അതായത് ലാസ്റ്റ് റാങ്ക് കഴിഞ്ഞ വർഷം ഓരോ സ്കൂളുകളിലും അവസാനം കിട്ടിയ എത്രാമത്തെ റാങ്കാണ്, എത്രാമത്തെ WGPA ആണ് എന്നറിയുന്നതിന് വേണ്ടിയാണ്. നമുക്ക് നോക്കാം. നമുക്കതനുസരിച്ച് ഓരോ സ്കൂളിലേക്കും ഓപ്ഷൻ ക്രമീകരിക്കുന്നതിന് വേണ്ടിയുള്ള ലാസ്റ്റ് റാങ്ക് കാണുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ്. ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പഠിക്കുവാൻ ഇഷ്ടപ്പെടുന്ന സ്കൂളും കോമ്പിനേഷനുകളും ആദ്യ ഓപ്ഷനായി നൽകണം. ആദ്യ ഓപ്ഷൻ ലഭിച്ചില്ലെങ്കിൽ പിന്നീട് പരിഗണിക്കേണ്ട സ്കൂളും കോമ്പിനേഷനും രണ്ടാമത്തെ ഓപ്ഷനായി നൽകണം. ഇങ്ങനെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഓപ്ഷനുകൾ ആദ്യം വരുന്നതിൽ ക്രമീകരിക്കണം. യാത്രാ സൗകര്യവും പഠിക്കാൻ താല്പര്യമുള്ള സ്കൂൾ മാത്രമേ തിരഞ്ഞെടുക്കാവൂ. അവരുടെ ഗ്രേഡ് പോയിന്റ് മാർക്കും അനുസരിച്ചാണ് സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഇതിൽ എങ്ങനെയാണ് കണക്ക് കൂട്ടുക എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഈ സർക്കുലറിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓരോ കോമ്പിനേഷനുകളും എങ്ങനെയൊക്കെയാണ് കണക്ക് കൂട്ടുക. അതുപോലെ തന്നെ നമ്മുടെ WGPA നമ്മൾ പറഞ്ഞു, കാൽക്കുലേറ്റ് വെയ്റ്റഡ് ഗ്രേഡ് പോയിന്റ് ആവറേജ്, അതാണ് WGPA, വെയ്റ്റഡ് ഗ്രേഡ് പോയിന്റ് ആവറേജ്. അതെങ്ങനെയാണ് കണക്ക് കൂട്ടുക എന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പോയിന്റും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര പോയിന്റ് ഉണ്ട്, കഴിഞ്ഞ വർഷം ഈ സ്കൂളുകളിൽ എത്ര പോയിന്റ് കിട്ടിയിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇതിലെ ഓരോ പോയിന്റും കൃത്യമായിട്ട് ചോദിക്കുന്ന പോലെ തന്നെ നമ്മൾ ബോണസ് പോയിന്റിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഇതിൽ ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേഡ് പോയിന്റും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഗ്രേഡ് പോയിന്റ് ഉണ്ട് എന്ന് കാണാൻ സാധിക്കും. 2024 മെയ് 16 വൈകിട്ട് 4 മണി മുതൽ ഓൺലൈൻ അപേക്ഷ ആരംഭിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ആണ് ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിൽ OTP വരും. ആ പാസ്വേഡ് കൃത്യമായിട്ട് ആ പാസ്വേഡ് കൊടുത്തിട്ടാണ് ലോഗിൻ ആവേണ്ടത്. ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കാൻഡിഡേറ്റ് ലോഗിന് ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ അഡ്മിഷൻ പ്രോസസ്സ് തീരുന്നത് വരെ മാറ്റാൻ പാടില്ല. അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾക്കും SMS-ഉം ലോഗിൻ OTP-യും വരുന്നത് ഈ മൊബൈൽ നമ്പറിലേക്കായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. അക്ഷയ കേന്ദ്രത്തിലൊക്കെ പോയിട്ട് അക്ഷയ കേന്ദ്രക്കാരുടെ ഫോൺ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്. അതൊരിക്കലും ചെയ്യരുത്. നമ്മുടെ കയ്യിൽ ആ ഒരു ഫോൺ നമ്പർ അഡ്മിഷൻ പ്രോസസ്സ് കഴിയുന്നത് വരെ കട്ടാവാതെ ഉണ്ടാവണം. എപ്പോഴും മൊബൈൽ നമ്പർ മാറ്റുന്ന മൊബൈൽ നമ്പർ ഒന്നും ഇതിന് OTP-ക്ക് വേണ്ടി രജിസ്ട്രേഷന് വേണ്ടി കൊടുക്കരുത്. ആ രജിസ്ട്രേഷന് കൊടുത്ത മൊബൈൽ നമ്പർ മാറാൻ പറ്റില്ല. വളരെ ബുദ്ധിമുട്ട് മുൻ വർഷങ്ങളിൽ അനുഭവിക്കുന്ന ഒരു സംഭവമാണിത്. അതുകൊണ്ട് മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ, OTP വരാൻ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ സ്വന്തം മൊബൈൽ നമ്പർ കൊടുക്കണം. ആ നമ്പർ കട്ടാവാതെ ഇരിക്കുന്ന മൊബൈൽ നമ്പർ, അഡ്മിഷൻ പ്രോസസ്സ് കഴിയുന്നവരെങ്കിലും ആ നമ്പർ കട്ടാവാൻ പാടില്ല. അതിലേക്കാണ് ഓരോ പ്രാവശ്യവും നമുക്ക് വെരിഫിക്കേഷനും കാര്യങ്ങൾക്കും OTP-യും SMS-ഉം എല്ലാം വരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മൊബൈൽ നമ്പറിൻ്റെ കാര്യം മുൻ വർഷങ്ങളിലൊക്കെ ഒരുപാട് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ സംഭവമാണ്. മൊബൈൽ പോവുക, മൊബൈൽ കട്ടാവുക, അങ്ങനത്തെ പ്രശ്നം വരുമ്പോൾ OTP ലഭിക്കാതെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഇതിൽ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപേക്ഷാ ഫീസ് നമുക്കിപ്പോൾ അറിയാം. അപേക്ഷാ ഫീസ് പ്രവേശന സമയത്ത് നൽകിയാൽ മതി. പ്രിൻ്റ് ഔട്ട് മുൻ കൊല്ലങ്ങളിൽ എന്ന പോലെ വെരിഫിക്കേഷനായി സ്കൂളിൽ നൽകേണ്ടതില്ല. നമ്മളിത് ഓൺലൈനിൽ പ്രിൻ്റ് ഔട്ട് എൻട്രി ചെയ്തതിന് ശേഷം ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ട് സമീപത്തെ സ്കൂളുകളിൽ നൽകേണ്ട ആവശ്യമില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മുൻ വർഷങ്ങളിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ വെരിഫിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഉടനെ സ്കൂളിലേക്ക് ഓടിച്ചെല്ലേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് സ്കൂളിൽ കൊടുക്കുന്നില്ല. പ്രിൻ്റ് ഔട്ട് ഇതിൽ ഡാറ്റ എൻട്രിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം അപേക്ഷകനാണ് ഇതിൽ എൻട്രി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം. അതുകൊണ്ട് തെറ്റുകൂടാതെ എൻട്രി ചെയ്യേണ്ടത് വിദ്യാർത്ഥിയുടെ ചുമതലയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മെയ് 16 മുതൽ ഇതിന് ഹെൽപ്പ് ഡെസ്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ട്രയൽ അലോട്ട്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മളൊരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുവഴിയാണ് ചെയ്യേണ്ടത്. ഭിന്നശേഷി അപേക്ഷകർ IEDC റിസോഴ്സ് അധ്യാപകരുടെയും സ്കൂൾ അധികൃതരുടെയും നിർദ്ദേശമനുസരിച്ച് അനുയോജ്യമായ കോഴ്സ് തിരഞ്ഞെടുത്ത് ഉൾക്കൊള്ളിക്കേണ്ടതാണ്. ഇത്രയുമാണ് അത് സംബന്ധിച്ച നിർദ്ദേശം. അടുത്തത് വ്യൂ ലാസ്റ്റ് റാങ്ക് WGPA. ഇപ്പോൾ അതിൽ സം എറർ റിക്വയർഡ് ആണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ കാണാൻ സാധിക്കില്ല. അത് നാളേക്ക് അപ്ഡേഷൻ ആവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമുക്ക് ഏത് ജില്ലയിലാണോ
അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് ആ ജില്ല ഇവിടെ സെലക്ട് ചെയ്യുക. ജില്ല സെലക്ട് ചെയ്ത് ഇവിടുന്ന് സ്കൂൾ ലിസ്റ്റിൽ വരും. ഇപ്പം നിലവിൽ സ്കൂളുകളിൽ അപ്ഡേറ്റ് ആയിട്ടില്ല, എററാണ്. എറർ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്കൂൾ കൂടെ കാണാൻ സാധിക്കും. ഓരോ സ്കൂളിൽ ഏതൊക്കെ കോമ്പിനേഷനുകളിൽ ഉണ്ട്, ആ കോമ്പിനേഷനിൽ കഴിഞ്ഞ വർഷം എത്രാമത്തെ റാങ്ക് വരെ കിട്ടി എന്ന് നമുക്കറിയാൻ സാധിക്കും. അതുപോലെ തന്നെ തൊട്ടടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് WGPA, വെയ്റ്റഡ് ഗ്രേഡ് പോയിന്റ് അതിൻ്റെ കാൽക്കുലേറ്റർ. അപ്പോൾ നമുക്ക് എത്ര ഗ്രേഡ് പോയിന്റ് കിട്ടിയെന്ന് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൂടെ നമുക്ക് ടിക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. നമുക്ക് മാനുവലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട, ഓൺലൈനിൽ തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ SSLC ആണെങ്കിൽ ഇവിടെ യെസ് കൊടുക്കുക, CBSE ആണെങ്കിൽ നോ കൊടുത്താൽ മതി. CBSE ICSE ഒക്കെ ആണെങ്കിൽ നോ കൊടുക്കുക. അപ്ലൈയിങ് സ്കൂൾ സെയിം താലൂക്ക്, അതിന് ബോണസ് പോയിന്റ് ഉള്ളതാണ്. സെയിം താലൂക്ക് ആണെങ്കിൽ സെയിം താലൂക്ക് കൊടുക്കാം. താലൂക്ക് ലോക്കൽ ബോഡിക്ക് പോയിന്റ് ഉണ്ട്, ബോണസ് പോയിന്റ് ഉള്ളതാണ്. അത് യെസ് ആണെങ്കിൽ യെസ് കൊടുക്കുക. അപ്പം നമ്മൾ അപേക്ഷിക്കുന്ന സ്കൂള് വേറെ പഞ്ചായത്തിലാണെങ്കിൽ നമ്മളിവിടെ നോ കൊടുക്കുക. അപ്പോൾ ഓരോ പഞ്ചായത്ത് മാറുമ്പോൾ, ഓരോ താലൂക്ക് മാറുമ്പോൾ നമ്മുടെ ഗ്രേഡ് പോയിന്റുകൾ മാറും. ഗ്രേഡ് പോയിന്റ് മീൻസ് ബോണസ് പോയിന്റ്. SSLCക്ക് കിട്ടിയ പോയിന്റ് അല്ല, ഗ്രേഡ് പോയിന്റ്, ബോണസ് പോയിന്റ് മാറും. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമുക്ക് നിയറസ്റ്റ് സ്കൂളിൽ ഒരു പഞ്ചായത്തിന്റെ ബോർഡറിലുള്ള 2 സ്കൂളിൽ 2 റാങ്ക് ആയിരിക്കും നമുക്ക്. പഞ്ചായത്തിന്റെ ഇപ്പുറത്ത് നമ്മൾ താമസിക്കുന്ന പഞ്ചായത്തിൽ നമുക്ക് ഗ്രേഡ് പോയിന്റ് കൂടുകയും നമ്മുടെ തൊട്ടപ്പുറത്തെ പഞ്ചായത്ത് അവിടെയാണെങ്കിൽ നമ്മൾ അപേക്ഷിക്കുന്നെങ്കിൽ നമുക്ക് അവിടെ ബോണസ് പോയിന്റ് കുറയും. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിനും താലൂക്കിനും ഇതിൽ നിർദ്ദിഷ്ട ബോണസ് പോയിന്റുകൾ ഉണ്ട്, അത് ശ്രദ്ധിക്കുക. അപ്ലൈയിങ് സെയിം സ്കൂൾ, നമ്മൾ പഠിച്ച സ്കൂളിൽ തന്നെയാണോ അതിന് ബോണസ് പോയിന്റ് ഉണ്ട്, അത് നോക്കുക. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഒരു എയ്ഡഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇല്ലെങ്കിൽ ഇത് ആക്റ്റീവ് ആവും. നമുക്കിപ്പോൾ ഓൾറെഡി നമ്മൾ പഞ്ചായത്തുള്ള കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ആക്റ്റീവ് ആവില്ല. ഡിപ്പെൻഡന്റ് ഓഫ് ജവാൻ ആണെങ്കിൽ അത് കൊടുക്കുക. കിൽഡ് ഇൻ ആക്ഷൻ, യുദ്ധത്തിൽ മരിക്കപ്പെട്ട ജവാന്മാരുടെ ആണെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്യുക. നമ്മൾ ബോണസ് പോയിന്റ് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ, SSLCക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ക്ലെയിം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ കൈറ്റ്, ഇതിൻ്റെയൊക്കെ ബോണസ് പോയിന്റ് നമുക്ക് SSLCക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ കൊടുക്കുക. SSLC കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ കൊടുക്കാൻ പാടില്ല. ചാൻസ് ഒന്നാമത്തെ ചാൻസ് തന്നെയാണ്. ടോട്ടൽ പേപ്പർ ഇൻ ക്വാളിഫയിങ് എക്സാമിനേഷൻ, നമുക്ക് എത്ര പേപ്പർ ആണെങ്കിൽ അത് കൊടുക്കുക. നമുക്ക് എത്ര ഗ്രേഡാണ് ഇതിലുള്ളത് എങ്കിൽ അത് കൊടുക്കുക. ടോട്ടൽ നമ്പർ ഓഫ് വെയിറ്റേജ് പേപ്പർ, സയൻസ് കോമ്പിനേഷൻ നമ്മൾ നേരത്തെ കാണിച്ചു. നമ്മൾ നേരത്തെ പ്രോസ്പെക്ടസിൽ കാണിച്ചു ഈ വെയിറ്റേജ്, ഏതൊക്കെ സബ്ജക്റ്റുകൾക്കാണ് വെയിറ്റേജ് എന്ന് കാണിച്ചു. അപ്പോൾ നമ്മൾ നോക്കുക, നമുക്ക് വെയിറ്റേജ് കിട്ടാനായിട്ട് ഓരോ കോമ്പിനേഷനും വെയിറ്റേജ് കിട്ടുന്ന ഏതൊക്കെയാണെന്ന് നമ്മൾ ഇതിൽ കൃത്യമായിട്ട് ഓരോ ഗ്രൂപ്പിൻ്റെ നേരെ കൊടുത്തിട്ട് നമ്മൾ പ്രോസ്പെക്ടസിൽ കണ്ടു. ആ പ്രോസ്പെക്ടസിൽ ഈ വെയിറ്റേജ് ലഭിക്കുന്നത് ഫിസിക്സ് കെമിസ്ട്രിക്ക് ഈ കോമ്പിനേഷൻ, സയൻസ് കോമ്പിനേഷന് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ്. അപ്പോൾ ആ വെയിറ്റേജ് കിട്ടുന്ന സബ്ജക്റ്റുകളുടെ ടോട്ടൽ പോയിന്റ് ആണ് നമ്മൾ ഇതിൽ കൊടുക്കേണ്ടത്. ഈ ഒരു കോളത്തിൽ ടോട്ടൽ നമ്പർ ഓഫ് പേപ്പേഴ്സ് ഇവിടെ കൊടുക്കുക. അതിൽ എത്ര പോയിന്റ്, നമ്മളിപ്പോൾ ഫുൾ A+ ആണെങ്കിൽ 90 പോയിന്റ് ആണ്, 90 പോയിന്റ് കൊടുക്കുക. നമ്പർ ഓഫ് പേപ്പർ 10 ആണെങ്കിൽ 10 കൊടുക്കുക. CBSE ആണെങ്കിൽ അവർക്ക് അതിൻ്റെതായ അടിസ്ഥാനത്തിൽ കൊടുക്കുക. വെയിറ്റേജ് നമുക്ക് സയൻസിനാണെങ്കിൽ 4 സബ്ജക്റ്റ് ആണ്, നമ്മൾ വെയിറ്റേജ് കൊടുത്തു. വെയിറ്റേജിന് 4 പേപ്പർ ആണെങ്കിൽ 4 പേപ്പർ കൊടുക്കുക. എൻ്റർ ടോട്ടൽ പോയിന്റ് സെക്യൂർഡ് വെയിറ്റേജ് പേപ്പർ, എൻ്റർ ദ ടോട്ടൽ നമ്പർ ഓഫ്, ഇപ്പോൾ ഇവിടെ 4 ആണ് കൊടുക്കേണ്ടത്. നമ്മൾ എത്ര സബ്ജക്റ്റ് ആണ് വെയിറ്റേജിന് ഉപയോഗിക്കുന്നതെങ്കിൽ അത് കൊടുക്കുക. എൻ്റർ ദ ടോട്ടൽ നമ്പർ ഓഫ് വെയിറ്റേജ് പേപ്പർ 4, എൻ്റർ ദ ടോട്ടൽ ഗ്രേഡ് പോയിന്റ്, ആ 4 സബ്ജക്റ്റിന് കൂടി കിട്ടിയ പോയിന്റ്. ഇത്രയും കാര്യങ്ങൾ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9.88 പോയിന്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഗ്രേഡ് പോയിന്റ് വന്നിരിക്കുന്നത് 9.88. നമ്മളിതിവിടെ ഓരോന്നും മാറ്റി കൊടുത്ത് അതനുസരിച്ച് നമുക്ക് ഗ്രേഡ് പോയിന്റ് മാറ്റം വരികയും ചെയ്യും. മാക്സിമം 10 ബോണസ് പോയിന്റ് ആണ് ഒരു കുട്ടിക്ക് ലഭിക്കുകയുള്ളൂ. ഇത്രയാണ് നമുക്ക് ഈ വെയിറ്റേജ് പോയിന്റ്, ഗ്രേഡ് പോയിന്റ് നമുക്ക് എങ്ങനെ കാണുന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ഓരോ സ്കൂളിലെയും പോയിന്റ് ഇതിൽ കാണാൻ സാധിക്കും. ഇനി നമുക്കിത് എങ്ങനെയാണ് അപേക്ഷിക്കുക, നാളെ 4 മണിക്ക് ഇത് ഓപ്പൺ ആവുമ്പോൾ ഇതിൽ എങ്ങനെയാണ് അപേക്ഷിക്കുക എന്ന് നോക്കാം. അതിന് കൃത്യമായിട്ട് ഇതിൽ മാനുവൽ കൊടുത്തിട്ടുണ്ട്.
ഈ മാനുവൽ അനുസരിച്ച് നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. പ്രോസ്പെക്ടസിലെ നിർദ്ദേശമെല്ലാം നമ്മൾ വായിച്ചു നോക്കി കഴിഞ്ഞു. പ്രോസ്പെക്ടസിൻ്റെ നമ്മൾ വീഡിയോ കണ്ടു. എന്തൊക്കെയാണ് നിർദ്ദേശം? മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് അപേക്ഷിക്കാം. കൂടുതൽ സിസ്റ്റത്തിലൂടെ ചെയ്യാൻ ശ്രദ്ധിക്കുക. 10ാം തരം സ്കീം നമ്മൾ അതിൽ പറഞ്ഞ പോലെ തുല്യതാ സർട്ടിഫിക്കറ്റ് 100 KB സൈസാക്കി അപ്ലോഡ് ചെയ്യണം. ഈ അതേഴ്സ് സ്കീം മാത്രമുള്ളവർക്കാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് ഉള്ളൂ. അതുപോലെ ഭിന്നശേഷി കാറ്റഗറി, അതായത് IED കുട്ടികൾക്ക് 40% വൈകല്യം ഉണ്ടെങ്കിൽ അവർക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. മറ്റ് അപേക്ഷകൾ യാതൊരുവിധ സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. ക്ലബ് സർട്ടിഫിക്കറ്റോ മറ്റൊന്നും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 2 കാറ്റഗറി, അതർ കാറ്റഗറിയും ഭിന്നശേഷി കാറ്റഗറിയും മാത്രമേ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുള്ളൂ. നമ്മൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് അപേക്ഷിക്കുന്നത്? നമുക്ക് ബോണസ് പോയിന്റ് ക്ലബ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് ക്ലബ് സർട്ടിഫിക്കറ്റ് വാങ്ങുക. അതിൽ സർട്ടിഫിക്കറ്റ് നമ്പർ, തീയതി, നൽകിയ അധികാരി എന്നിവ കൃത്യമായിട്ട് ഉണ്ടാവണം. നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ ഇതിൽ എൻ്റർ ചെയ്യാനായിട്ട്, അപേക്ഷയിൽ എൻ്റർ ചെയ്യാനായിട്ട് ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റ് നമ്പർ കൃത്യമായിട്ട് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ അപേക്ഷ എൻ്റർ ചെയ്ത് അവസാനം സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കണം. അപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ക്ലബ് സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ അതിൽ നമ്പർ ഇട്ട് വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ലാബ് സൗകര്യം സ്കൂളിൽ ഉപയോഗിച്ച് നമുക്ക് അവിടെ അപേക്ഷിക്കാൻ പറ്റും എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തെറ്റായ വിവരങ്ങൾ നൽകിയാൽ അലോട്ട്മെന്റ് റദ്ദായി പോകും. അതുകൊണ്ട് കൃത്യതയോടും സൂക്ഷ്മതയോടും കൂടി വിവരങ്ങൾ ഡാറ്റ എൻട്രി ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ അപേക്ഷിക്കുന്ന രീതി എങ്ങനെ നമ്മൾ കൊടുത്തു. ഇതിലെങ്ങനെയാണ് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക, മൊബൈൽ നമ്പർ OTPയിലൂടെയാണ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ മൊബൈൽ നമ്പർ നേരത്തെ പറഞ്ഞ പോലെ ആ മൊബൈൽ നമ്പർ അഡ്മിഷൻ പ്രോസസ്സ് കഴിയുന്നവരെങ്കിലും കട്ടായി പോകാതെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. അപേക്ഷ നമ്പർ, ഈ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമുക്ക് നമ്പർ കിട്ടും, ഒരു കമ്പ്യൂട്ടർ ജനറേറ്റഡ് നമ്പർ കിട്ടും. ആ നമ്പർ നമ്മൾ എഴുതി സൂക്ഷിക്കണം. പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് ഈ നമ്പർ വെച്ച് നമ്മളത് ലോഗിൻ ചെയ്യണം. പ്രവേശന അറിയിപ്പുകൾ നൽകേണ്ട ഓൺലൈൻ അപേക്ഷ വിദ്യാർത്ഥിയുടെയോ രക്ഷിതാവിൻ്റെയോ മൊബൈൽ നമ്പർ മാത്രം നൽകുക. ഏജൻസിയിലോ മറ്റേ വേറെ പുറത്തെവിടെയെങ്കിലും ചെയ്യുമ്പോൾ അവരുടെ നമ്പർ, അവരുടെ സൗകര്യത്തിന് നമ്മുടെ കയ്യിൽ മൊബൈൽ ഇല്ല, അവരുടെ നമ്പർ കൊടുത്ത് ചെയ്യരുത് ഒരിക്കലും. നമ്മുടെ കയ്യിൽ അപേക്ഷിക്കാൻ പോകുമ്പോൾ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അല്ലാതെ ആ സമയത്ത് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് OTP വാങ്ങിച്ച് പിന്നീട് നമുക്കുള്ള അറിയിപ്പുകൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. ആ ഫോൺ നമ്പറിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അനുബന്ധ 2-ലെ ലിസ്റ്റ് ഏത് കാറ്റഗറി, ആ കാറ്റഗറി കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഏത് കാറ്റഗറിയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അത് ശ്രദ്ധിക്കണം. വെബ്സൈറ്റിൽ നിരന്തരം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് ഏതെങ്കിലും ആനുകൂല്യങ്ങൾക്കായി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്പർ, തീയതി നമ്മൾ നേരത്തെ പറഞ്ഞു ഉൾപ്പെടുത്തണം. കോഴ്സിൻ്റെ കോഡുകൾ കൃത്യമായിട്ട് നമ്മളൊരു ഓർഡറിൽ എഴുതി കയ്യിൽ വെക്കണം. എൻ്റർ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി കോഡ് മാത്രമേ നമുക്ക് കയ്യിൽ വരുള്ളൂ. അപ്പോൾ നമ്മളത് നോക്കി കോഡ് ഏത് സ്കൂളാണ് ഏത് കോഡാണ് എന്ന് എഴുതി കയ്യിൽ വെച്ച് നമുക്ക് വളരെ സൗകര്യം ഉണ്ടാവും. ഇത്രയും ഘട്ടങ്ങളാണ് നമുക്കൊരു +1 അപേക്ഷയ്ക്കുള്ളത്. കാൻഡിഡേറ്റ് ലോഗിൻ, ആദ്യം ലോഗിൻ ക്രിയേറ്റ് ചെയ്യണം. മൊബൈൽ നമ്പർ OTP വെച്ചിട്ട് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കാൻഡിഡേറ്റ് ലോഗിൻ, പിന്നെ ഓൺലൈൻ സമർപ്പണം. അപേക്ഷ സമർപ്പിച്ച് പ്രിൻ്റ് ഔട്ട്, കൺഫർമേഷൻ കഴിഞ്ഞ് പ്രിൻ്റ് ഔട്ട്. പലരും അപേക്ഷ സമർപ്പിച്ച് പൂർണ്ണമാക്കാതെ ഇട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അലോട്ട്മെൻറ്റിന് പരിഗണിക്കില്ല. അപേക്ഷ സമർപ്പിച്ച് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടുന്നത് വരെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളെ അലോട്ട്മെൻറ്റിന് പരിഗണിക്കില്ല. പിന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധന, പലരും ഈ മുൻ വർഷങ്ങളിലൊക്കെ അപേക്ഷ അപൂർണ്ണമാക്കി പോവുകയും അപേക്ഷ ട്രയൽ അലോട്ട്മെൻറ്റോ വരുമ്പോൾ നോക്കുമ്പോൾ അപേക്ഷ പൂർണ്ണമല്ലാത്തത് കൊണ്ട് ഇതിന് അലോട്ട്മെൻറ്റിന് പരിഗണിക്കുകയില്ല. ആദ്യത്തെ അലോട്ട്മെൻറ്റിന് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മാറ്റവും ഈ റാങ്ക് ലിസ്റ്റിൽ വരുത്താൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ സപ്ലിമെൻ്ററി വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓപ്ഷൻ പുനഃക്രമീകരണം, നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ സീറ്റ് കിട്ടാൻ ചാൻസ് ഉള്ള സ്കൂളുകൾ അവിടെ നമുക്ക് പുനഃക്രമീകരണം നടത്താൻ പറ്റും. അലോട്ട്മെൻറ്റ് അത് കഴിഞ്ഞാൽ ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ ഫൈനൽ അലോട്ട്മെൻറ്റ്, പിന്നെ അഡ്മിഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യം. ഈ അപേക്ഷ ചെയ്യുന്നതിന് നമ്മുടെ കയ്യിൽ ആവശ്യമുള്ള രേഖകൾ SLC പാസ്സായ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ CBSE യോഗ്യതാ പരീക്ഷയാണ് പറയുന്നത്. രജിസ്റ്റർ നമ്പർ, പരീക്ഷ എഴുതിയ വർഷം, മാസം എന്നിവ നമുക്ക് ആവശ്യമുണ്ട്. കാറ്റഗറി പ്രത്യേകം ശ്രദ്ധിക്കുക, ഏത് കാറ്റഗറിയിലാണ് പെടുന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ബോണസ് പോയിന്റ് ശരിയായി രേഖപ്പെടുത്തുക. എല്ലാ സർട്ടിഫിക്കറ്റും മുൻകൂട്ടി എടുത്തു വയ്ക്കുക. അതിൻ്റെ നമ്പറും കാര്യങ്ങളും കയ്യിൽ വേണം. മൊബൈൽ നമ്പർ, ഇമെയിൽ കൃത്യമായിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. ഓപ്ഷനുകൾ കൃത്യമായി ചെയ്യുക. ഇതിൽ CBSE പഠിച്ച വിദ്യാർത്ഥികൾക്ക് മാത്സ് ബേസിക് പഠിച്ചെങ്കിൽ അവർക്ക് കണക്ക് സബ്ജക്റ്റ് വരുന്ന സയൻസ് കോഴ്സുകൾ ഓപ്ഷനായി നൽകാൻ സാധിക്കില്ല. CBSE ബേസിക് മാത്സ് പഠിച്ചവർക്ക് ഹയർ സെക്കൻഡറിയിലെ മാത്സ് വരുന്ന സയൻസ് കോമ്പിനേഷനുകൾ അപേക്ഷ നൽകാൻ സാധിക്കില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപേക്ഷ സമർപ്പിക്കുമ്പോൾ പൂർണ്ണമായി കഴിഞ്ഞാൽ ഒരു നമ്പർ കിട്ടും, അത് എഴുതി സൂക്ഷിക്കുക. ഹെൽപ്പ് ഡെസ്കിന്റെ സഹായം തേടുക.
4 മണിക്കാണ് നാളെ 16-ാം തീയതി 4 മണിക്കാണ് ഇത് ഓപ്പൺ ആവുക. സൈറ്റിൽ കയറുക, വിദ്യാർത്ഥി അപേക്ഷിക്കാൻ. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇനി അപേക്ഷയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നമുക്കിപ്പോൾ അപേക്ഷ എങ്ങനെ ചെയ്യാം, അതിന് ഓരോ സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ നോക്കാം. ആദ്യം നമ്മൾ ഈ ഒരു വിൻഡോ ആയിരിക്കും അപേക്ഷയിൽ ഏറ്റവും അധികം കാണുന്നത്. അപ്പോൾ നമ്മളതിൽ നമ്മുടെ ഇവിടെ ജില്ല സെലക്ട് ചെയ്യാം, സബ്മിറ്റ് ചെയ്യാം. ഏത് ജില്ലയാണെങ്കിൽ ആ ജില്ല സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. ആ ജില്ല കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊട്ട് അടുത്തൊരു പേജ് വരും, സെലക്ട് സ്കീം. ഈ സ്കീമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വർഷം പരീക്ഷ കഴിഞ്ഞവർക്ക് SLC ഓരോന്നിനും ആ ഒരു സ്കീമിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് ഒന്ന് നോക്കണം, ഏതൊക്കെ സ്കീമാണ് നമ്മുടേത് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയില്ലെങ്കിൽ അത് വളരെ അഡ്മിഷൻ പ്രോസസ്സിനെ മൊത്തം ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സ്കീം ഏതാണെന്ന് കൃത്യമായിട്ട് നമ്മൾ ഉറപ്പുവരുത്തണം. ആ ഉറപ്പുവരുത്തിയില്ലെങ്കിൽ നമുക്കത് അഡ്മിഷനെ എല്ലാ സ്റ്റെപ്പിലും നമുക്കത് ബാധിക്കും. ഈ ഒരു നിർദ്ദേശങ്ങൾ ഫുള്ളായിട്ട് നമ്മൾ വായിച്ചു നോക്കുക. ഇവിടെയാണ് അതിൻ്റെ സ്കീം കൊടുത്തിരിക്കുന്നത്. ഇത്രയും സ്കീമുകളാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ട ഇതിൽ വരുന്നത്. SLC ഗ്രേഡിംഗ്. ഈ വർഷം SLC പഠിച്ചവർ 01 ആണ് കൊടുക്കേണ്ടത്. ഈ വർഷത്തിന് മുമ്പ് 2023 മാർച്ചിൽ പരീക്ഷ ചെയ്തവർ തൊട്ട് 2007 വരെ 02. ഈ 02 കാറ്റഗറി കൊടുക്കുന്നവർ ഡാറ്റാബേസിൽ അവർക്ക് ഡാറ്റാബേസിൽ നിന്ന് ഡീറ്റെയിൽസ് വരില്ല. ഈ 01 കൊടുക്കുന്നവർക്ക് ഡാറ്റാബേസിൽ നിന്ന് ഒരുവിധം എല്ലാ ഡാറ്റയും SLCയിലെ ഡാറ്റാബേസിൽ നിന്ന് കിട്ടും. ഈ 02-വിന് അങ്ങനെ ഡാറ്റാബേസിൽ നിന്ന് കിട്ടില്ല. ഡാറ്റകളെല്ലാം നമ്മൾ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ തെറ്റുകൂടാതെ ഡാറ്റകൾ എൻ്റർ ചെയ്യാനായിട്ട് ഇവർ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ സ്കീം വരുന്നത് IHRD THSLC ആണ്. സ്കീം CBSE 4 ആണ്, ICSE 5 ആണ്. ഈ SLC IED അത് 6. കഴിഞ്ഞ കൊല്ലം കുറേ കുട്ടികൾ നമ്മുടെ സ്കീം 1 പഠിച്ച് അവർക്ക് ഭിന്നശേഷി ഉണ്ട്, ശാരീരിക വൈകല്യം ഉണ്ട്, 40% സർട്ടിഫിക്കറ്റ് ഉണ്ട്. അവർ ഈ SSLC 01 കൊടുക്കുന്നതിന് പകരം SSLC IED 06 കൊടുത്തു. അവരുടെ ഒക്കെ അഡ്മിഷൻ റദ്ദായി പോകുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. അപ്പോൾ SSLC IED എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ സ്കൂൾ, IED സ്പെഷ്യൽ സ്കൂളിൽ പഠിച്ചവർക്ക് മാത്രമാണ് ഇതൊരു എൻ്റർ ചെയ്യേണ്ടത്. നോർമലി വളരെ ആർക്കും ഇത് വരാറില്ല. അപ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. SSLC IED എന്നുള്ളത് നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരാറില്ല. വളരെ റയർ കേസിൽ മാത്രമേ അപേക്ഷിക്കേണ്ടൂ. നമ്മുടെ SLC ഗ്രേഡിംഗ് സിസ്റ്റം പൊതുവായ സ്കൂളിൽ പഠിച്ചവരെല്ലാവർക്കും 01 തന്നെയാണ് കൊടുക്കേണ്ടത്. ഈ അതർ എന്ന് പറഞ്ഞാൽ മറ്റു സ്റ്റേറ്റുകളിലുള്ളവരാണ്. ഇവർക്കാണ്, ഈ അതർ സ്കീമിൽ കൊടുക്കേണ്ടവർക്കാണ് നമുക്ക് ഈക്വലൻസി സർട്ടിഫിക്കറ്റ്, മൈഗ്രേറ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ ആവശ്യം വരും. അതുപോലെ THSLC ഒരു സ്കീം 8. ഇത്രയുമാണ് നമുക്ക് സ്കീം. ഇതിലേത് സ്കീമാണ് നമ്മൾ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. ഈ സ്കീം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രജിസ്റ്റർ നമ്പർ. ഈ നമ്പർ തെറ്റരുത്, ഈ രജിസ്റ്റർ നമ്പർ തെറ്റാതെ കൊടുക്കുക. നമ്മുടെ മന്ത് ആൻഡ് പാസ് കൊടുക്കുക, ഏത് മാസം നമ്മൾ പാസ്സായത് കൊടുക്കുക, സെലക്ട് ഇയർ 2 അവർ ഇത് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, കൺഫേം മൊബൈൽ നമ്പർ. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു ഫീൽഡ് പിന്നീട് എഡിറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഇവിടെ കൊടുത്ത വിവരങ്ങൾ ഒന്നും പിന്നീട് മാറ്റുന്നതിന് സാധ്യമല്ല. അതുകൊണ്ട് ഇവിടെ കൊടുക്കുന്ന രേഖകൾ കൃത്യമായി തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. SLC രജിസ്റ്റർ നമ്പർ ഒന്നും തെറ്റിക്കാതെ തന്നെ കൊടുക്കണം. നമ്മുടെ മാർക്ക് ലിസ്റ്റ് വെച്ച് അതിൽ നോക്കി കൃത്യമായിട്ട് തന്നെ കൊടുക്കണം. ഇത്രയും സ്റ്റെപ്പ് പിന്നീട് എഡിറ്റബിൾ അല്ല. ഡേറ്റ് ഓഫ് ബർത്ത് ഇതൊന്നും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ കൊടുക്കുന്ന വിവരങ്ങൾ മാറ്റാൻ പറ്റില്ല. ആ ഒരു ബോധ്യത്തോട് വേണം ഇവിടെ എൻ്റർ ചെയ്യാനായിട്ട്. ഇത്രയും കൊടുത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ നേരത്തെ സ്കീം വന്നു, കൊടുത്തു. അതെല്ലാം കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പർ കാണും. ആ മൊബൈൽ നമ്പറിലേക്ക് സെൻഡ് OTP കൊടുക്കുക. അപ്പോൾ മൊബൈൽ നമ്പർ ശരിയാണെന്ന് ഉറപ്പ് വരുത്തി സെൻഡ് OTP കൊടുക്കുക. അപ്പോൾ നമുക്കൊരു OTP കിട്ടും. ശരിയായ നമ്മുടെ മൊബൈൽ നമ്പർ ആണെങ്കിൽ OTP വരിക. അപ്പോൾ നമുക്ക് OTP ലഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ OTP എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് OTP നാളെ 4 മണിക്കൊക്കെ സെർവർ ബിസി ആണെങ്കിൽ OTP വരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. സെർവറിൻ്റെ ബിസി തീർന്നതിന് ശേഷം പെട്ടെന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് സെർവറിൽ കയറിയാൽ ചില സമയങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ OTP വരുന്നതിന് കുറച്ച് സമയം വൈകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. എന്തായാലും നമ്മുടെ മൊബൈൽ നമ്പർ, ആക്റ്റീവായ മൊബൈൽ നമ്പർ, SMS ലഭിക്കാവുന്ന ആ ഒരു മൊബൈൽ നമ്പറിൽ കൊടുക്കണം. അതിലേക്ക് OTP വരും. ആ OTP സബ്മിറ്റ് ചെയ്യുക. OTP സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് ലോഗിൻ ആണ്. നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാം. യൂസർ നെയിം നമുക്ക് വേണ്ട, പാസ്വേഡ് ക്രിയേറ്റ് ചെയ്താൽ മതി. യൂസർ നെയിം നമ്മുടെ അപ്ലിക്കേഷൻ നമ്പറായി വരും. എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അപ്ലിക്കേഷൻ നമ്പറാണ് യൂസർ നെയിം വരിക നമ്മുടെ. അപ്പോൾ നമുക്ക് പാസ്വേഡ് സൃഷ്ടിക്കേണ്ടി വരും ഇവിടെ. അപ്പോൾ പാസ്വേഡ് നോക്കുക. നമുക്ക്
ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, സ്പെഷ്യൽ ക്യാരക്ടർ, നമ്പർ, ഒക്കെ അങ്ങനെയുള്ള ഒരു സെക്യൂരിറ്റി ഉള്ള ഒരു പാസ്വേഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ മറക്കാതെയും ഇരിക്കണം പാസ്വേഡ്. നമുക്ക് പിന്നീട് ലോഗിൻ ചെയ്യണമെങ്കിൽ പാസ്വേഡ് വേണം. ഈ പാസ്വേഡിനെ കുറിച്ച് പറയുന്നത് 8 ക്യാരക്ടർ ആണ്. ലോവർ കേസ് വേണം, അപ്പർ കേസ് വേണം, നമ്പർ വേണം, സ്പെഷ്യൽ ക്യാരക്ടർ വേണം. ഇത്രയും കാര്യങ്ങളുള്ള സെക്യൂരിറ്റി പാസ്വേഡ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ പാസ്വേഡ് കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേഷൻ കംപ്ലീറ്റ് ആയി. അപ്പൊ ഇങ്ങനെ സക്സസ്ഫുള്ളി വരും. ഇവിടെ ഒരു അപ്ലിക്കേഷൻ നമ്പർ വരും. ഈ അപ്ലിക്കേഷൻ നമ്പർ ആണ് നമ്മുടെ യൂസർ ഐ ഡി ആയിട്ട് വരിക. ഈ അപ്ലിക്കേഷൻ നമ്പർ നമ്മൾ വെച്ചിട്ട് നമുക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത്. ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾക്ക് ചെയ്തപ്പോൾ ഒരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടി. കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ കിട്ടി. തൊട്ട് താഴെ പാസ്വേഡ് നമ്മൾ കൊടുത്തൊരു അവിടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തു, ജില്ല സെലക്ട് ചെയ്തു, ലോഗിൻ കൊടുക്കുക. അവിടെ പാസ്വേഡ് മറന്നാൽ റീസെറ്റ് ചെയ്യാൻ ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലിങ്കിലേക്ക് വരും, നമ്മുടെ ഒരു പേജിലേക്ക് വരും. കാൻഡിഡേറ്റ് ലോഗിൻ 24-25 നമ്മുടെ ഒരു പേജിലേക്ക് വന്നു. ഇവിടെ അപ്ലൈ ഓൺലൈൻ എന്ന് കാണും. നമ്മൾ കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അപ്ലൈ ഓൺലൈൻ ഇതിൽ ക്ലിക്ക് ചെയ്താലാണ് നമ്മൾ അപേക്ഷിക്കാൻ പറ്റുക. ഈ അപ്ലൈ ഓൺലൈനിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരും നമ്മുടെ സെലക്ട് സ്കൂൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പഠിച്ച സ്കൂളിന് ബോണസ് പോയിന്റ് ഉണ്ട്. നമ്മൾ സെലക്ട് സ്കൂൾ, നമ്മൾ പഠിക്കാൻ പോകുന്ന സ്കൂളല്ല ഇവിടെ കൊടുക്കേണ്ടത്. സെലക്ട് സ്കൂൾ വിച്ച് ദ കാൻഡിഡേറ്റ് പാസ്ഡ് ക്വാളിഫയിങ് എക്സാമിനേഷൻ. നോർമലി നമ്മൾ സ്റ്റേറ്റിൽ പഠിച്ച കുട്ടികൾക്കൊക്കെ അവർ പഠിച്ച ഹയർ സെക്കൻഡറി സ്കൂളിൽ അവർക്ക് ബോണസ് പോയിന്റ് ഉണ്ട്. അവർ അല്ലാത്തവർക്ക് അതേഴ്സ് കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ കൊടുക്കുന്ന സ്കൂൾ തെറ്റിയാൽ 2 ബോണസ് പോയിന്റ് വ്യത്യാസം വരും. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് സെലക്ട് സ്കൂൾ വിച്ച് കാൻഡിഡേറ്റ് പാസ്ഡ് ക്വാളിഫയിങ് എക്സാമിനേഷൻ. SSLC പരീക്ഷ പാസ്സായത്, അല്ലെങ്കിൽ CBSE അവർക്കൊന്നും ഇവിടെ സ്കൂളുകളുടെ പേര്, ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ പേര് അല്ലെങ്കിൽ അതേഴ്സ് കൊടുക്കാൻ ഓപ്ഷൻ വരും. അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ SSLC രജിസ്റ്റർ നമ്പറും ഡേറ്റ് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നമ്മുടെ ഡാറ്റകളൊക്കെ ഇവിടെ വരും. അതായത് സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികളുടെ, ഈ വർഷം SSLC പാസ്സായ കുട്ടികളുടെ ഈ ഡാറ്റ ഒക്കെ ഓട്ടോമാറ്റിക് ഇവിടെ വരും. അച്ഛൻ്റെ എല്ലാ ഡീറ്റെയിൽസ് വരും. ആധാർ നമ്പർ ഇവിടെ സെലക്ട് ചെയ്യുക. ആധാർ നമ്പർ നമ്മൾ കൊടുക്കണം. നമ്മൾ അപേക്ഷിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ആധാർ നമ്പർ ഉണ്ടാവണം. ആധാർ നമ്പർ ഇവിടെ കൊടുക്കേണ്ടതാണ്. ആധാർ നമ്പർ ഇല്ലെങ്കിൽ അവിടെ നമുക്കത് അതിനൊരു ഓപ്ഷൻ ഇവിടെ വരും. ആധാർ നമ്പർ ഇവിടെ കൊടുക്കണം. പിന്നെ ഈ ഒരു കോളം ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കുള്ളതാണ്. അവരുണ്ടെങ്കിൽ അതിൻ്റെ ടിക്ക് ചെയ്യുക, അതിനനുബന്ധമായ കാര്യങ്ങൾ ചെയ്യുക. തൊട്ട് താഴെ ഡിഫറൻഷ്യൽ ലേബിൾഡ്, നമ്മൾ നേരത്തെ പറഞ്ഞു 40% വൈകല്യമുള്ളവർക്ക് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മളിത് ഉള്ളവർ ഇത് ടിക്ക് ചെയ്യുക. അവർക്ക് അവസാനം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഇവിടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. നമ്മുടെ കാറ്റഗറി OH ആണോ, ബ്ലൈൻഡ് ആണോ, ഡെഫ് ആണോ, MR ആണോ എന്ന് കൊടുക്കുക. എത്ര പെർസെൻറ്റേജ് നമുക്ക് ആ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിൽ ആ പെർസെൻറ്റേജ് ഉണ്ടാവും. ആ പെർസെൻറ്റേജ് കൃത്യമായിട്ട് കൊടുക്കുക. അടുത്ത് നമ്മുടെ റെസിഡൻസ് ഡീറ്റെയിൽസ് ആണ്. കേരള, നമ്മുടെ ജില്ല, നമ്മുടെ സ്റ്റേറ്റ് വന്നു, ജില്ല വന്നു, താലൂക്ക് വന്നു, പഞ്ചായത്ത് വന്നു. ഇതിനൊക്കെത്തിനും ഈ താലൂക്കിനും പഞ്ചായത്തിനും പോയിന്റ് ഉണ്ട്, ഗ്രേഡ് പോയിന്റ്, ബോണസ് പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് ഇത് തെറ്റാതെ കൊടുക്കുക. ഇത് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ നമ്മൾ അപേക്ഷിക്കുന്ന സ്കൂളിൻ്റെ പഞ്ചായത്ത് നമ്മളിവിടെ കൊടുത്തു, പക്ഷെ നമ്മൾ താമസിക്കുന്നത് വേറെ പഞ്ചായത്താണ്. നമ്മുടെ അവിടുത്തെ അലോട്ട്മെന്റ് ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് 2 പോയിന്റ് കിട്ടും. അപ്പോൾ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഒരുപാട് മുകളിലെത്തും. അഡ്മിഷൻ സമയത്ത് നോക്കുമ്പോൾ നമ്മൾ ഈ പഞ്ചായത്താണ് തെളിയിക്കുന്ന രേഖ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പം തന്നെ അഡ്മിഷൻ റദ്ദായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീൽഡാണ്. ഇവിടെ ഒരിക്കലും തെറ്റുവരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. അഡ്രസ് പെർമനന്റ് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടാവും. അത് ഇവിടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വരും. പിൻകോഡ് കൊടുക്കുക. മൊബൈൽ നമ്പർ ഇവിടെ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ടാവും. ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. മൊബൈൽ നമ്പർ മുൻപ് കൊടുത്തത് ഇവിടെ എഡിറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഇമെയിൽ ID കൊടുക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഗ്രേസ് മാർക്ക് അവാർഡ് യെസ് ആണെങ്കിൽ ഈ ഒരു ഫീൽഡ് ഒന്നും പിന്നെ ആക്റ്റീവ് ആവില്ല. ഇത് നോ ആയതുകൊണ്ട് മാത്രമാണ് ഇത് ആക്റ്റീവ് ആയത്. ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്ത കുട്ടികൾക്ക് ഓട്ടോമാറ്റിക് ഇവിടെ അത് വരും. അത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡുകൾ ഒന്നും ആക്റ്റീവ് ആവാൻ സാധ്യതയില്ല. ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്തവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നോ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ആക്റ്റീവ് ആയത്. അപ്പോൾ ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്യാത്തവർക്ക് ഇവിടെ ആക്റ്റീവ് ആവും. അപ്പോൾ NCC ആണോ ഏതാണെങ്കിലും ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഈ 3 കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. NCC, സ്കൗട്ട്, അതുപോലെ തന്നെ ലിറ്റിൽ കൈറ്റ്സ് വിത്ത് A ഗ്രേഡ്. ശ്രദ്ധിക്കുക, ലിറ്റിൽ കൈറ്റ്സ് A ഗ്രേഡ്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്.
ഇനി ഡിപ്പെൻഡന്റ് ഓഫ് ജവാൻ നമ്മളില്ലെങ്കിൽ നണ്ണ് കൊടുത്താൽ മതി. പിന്നെ ഇവിടെ പാർട്ടിസിപ്പൻസ് ഇൻ സ്പോർട്സ്, നമുക്ക് സ്പോർട്സിന് 10ാം ക്ലാസ്സിൽ പങ്കെടുത്തത് മാത്രമേ ഈ സ്പോർട്സിന് ഇവിടെ പരിഗണിക്കുള്ളൂ. ഗ്രേസ് മാർക്കിന് പരിഗണിക്കാത്തതുണ്ടെങ്കിൽ, അതായത് സ്റ്റേറ്റ് ലെവലിലൊക്കെ ഉണ്ടെങ്കിൽ ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഗ്രേസ് മാർക്ക് കിട്ടാത്തത് ഡിസ്ട്രിക്ട് ലെവൽ ഫസ്റ്റ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ സ്റ്റേറ്റ്, അവർക്കൊക്കെ ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. റവന്യൂ ഡിസ്ട്രിക്ട്സ് നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും. റവന്യൂ ഡിസ്ട്രിക്റ്റ് മാത്രമേ ഇതിൽ പറ്റുള്ളൂ. സ്റ്റേറ്റും റവന്യൂ ഡിസ്ട്രിക്റ്റും മാത്രമേ ഉള്ളൂ. സബ് ഡിസ്ട്രിക്റ്റ് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കിട്ടിയ പോയിന്റുകൾ മാത്രമേ നമ്മുടെ എൻ്റർ ചെയ്യാൻ പറ്റൂ. നമുക്കത് നോട്ടിഫിക്കേഷനിലും പ്രോസ്പെക്ടസിലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യൂത്ത് ഫെസ്റ്റിവലിൽ ഇവിടെ എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. NTSC ക്വാളിഫൈഡ് ആണെങ്കിൽ അതിൻ്റെ അനുബന്ധ രേഖ നമ്മൾ ഹാജരാക്കണം. NTSCയുടെ സൈറ്റിൽ കയറിയാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. NNMSC ക്വാളിഫൈഡ് ആണെങ്കിൽ അത്, UESC ക്വാളിഫൈഡ് ആണെങ്കിൽ അത്, LSSൻ്റെ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ അത്. ഇതിനൊക്കെ അനുബന്ധ രേഖകൾ നമുക്ക് ഇതിൽ ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്റ്റേറ്റ് സയൻസ് ഫെയറിൽ പോയിന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. ബോണസ് പോയിന്റ് കിട്ടിയാൽ പിന്നെ അതിവിടെ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ക്ലബ്ബുകളാണ്. സ്കൂളിൽ നിന്ന് ക്ലബ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 2 ക്ലബ് സർട്ടിഫിക്കറ്റ് നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. ക്ലബ് സർട്ടിഫിക്കറ്റുകൾ നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ സർട്ടിഫിക്കറ്റ് നമ്പറും ഡേറ്റും ഉണ്ടാവണം. നമുക്ക് ഏതെങ്കിലും 2 ക്ലബ്ബ് നമുക്കിവിടെ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു പോയിന്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. കഴിഞ്ഞ വർഷം ഒരുപാട് കുട്ടികൾ തെറ്റുവരുത്തിയ ഒരു മേഖലയാണിത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ നമുക്ക് NCC സ്കൗട്ട് ഗ്രേസ് മാർക്ക് ഇവിടെ യെസ് ആണെങ്കിൽ ഇവിടെ ഒന്നും ആക്റ്റീവ് ആവില്ല. അവർക്ക് രാഷ്ട്രപതി രാജ്യപുരസ്കാർ കിട്ടിയതൊന്നും ആക്റ്റീവ് ആവില്ല ഇവിടെ യെസ് ആണെങ്കിൽ. അപ്പൊ അങ്ങനെ വന്നപ്പോൾ കഴിഞ്ഞ കൊല്ലം കുട്ടികൾ എന്ത് ചെയ്തു? ഈ ഒരു ടിക്ക് മാർക്കാ കൊടുത്തു. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ മിസ്സിങ് വന്നത് ഈ ഒരു ഫീൽഡിലാണ്. നമുക്കിവിടെ എൻ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പലരും എൻ്റർ ചെയ്തു. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. പാർട്ടിസിപ്പേഷൻ ഇൻ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ബട്ട് നോട്ട് അവാർഡഡ് രാഷ്ട്രപതി പുരസ്കാർ ഓർ രാജ്യപുരസ്കാർ. രാജ്യപുരസ്കാരോ രാഷ്ട്രപതി പുരസ്കാരോ കിട്ടാത്തവർക്ക് മാത്രമേ ഇവിടെ ടിക്ക് ചെയ്യാൻ പാടൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, രാഷ്ട്രപതി പുരസ്കാരോ രാജ്യപുരസ്കാരോ കിട്ടാത്തവർക്ക് മാത്രം പാർട്ടിസിപ്പേഷനിൽ ടിക്ക് ചെയ്യാൻ പാടൂ. നമുക്കിവിടെ ആക്റ്റീവ് അല്ല എന്ന് വിചാരിച്ച് ആരും ഈ രാഷ്ട്രപതി പുരസ്കാരവും രാജ്യപുരസ്കാരം കിട്ടിയവർക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ആക്റ്റീവ് അല്ല. ആ ആക്റ്റീവ് അല്ലെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്യാമെന്ന് ആരും വിചാരിക്കരുത്. തെറ്റായിട്ട് ഒരിക്കലും അത് കൊടുക്കാൻ പാടില്ല. ടൈ വാല്യൂ പോയിന്റിലൊക്കെ കുട്ടികൾ പുറത്തു പോകുന്ന ഒരു അവസരം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റ്, നല്ല മാർക്കും എല്ലാം ഉണ്ടാവും, ഫുൾ A+ ഉണ്ടാവും. ഈ ഒരു തെറ്റ് കൊണ്ട് ചില സ്കൂളുകളിലെ ടൈ വാല്യൂ പോയിന്റിൽ വരെ പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഈ 3 അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് അവസരം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത് നമുക്ക് ചോദിക്കുന്ന ചോദ്യം, EWS ഉണ്ടോ? EWS ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അനക്സർ 1 അനക്സർ 2 നമ്മൾ പ്രോസ്പെക്ടസിൽ പറഞ്ഞ പോലെ വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടിയ അനക്സർ 1 അനക്സർ 2 ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ യെസ് കൊടുക്കാവൂ. അല്ലാതെ നമ്മളിവിടെ യെസ് കൊടുത്തു കഴിഞ്ഞാൽ അഡ്മിഷൻ സമയത്ത് ഇത് നമുക്ക് ഹാജരാക്കാൻ പറ്റിയില്ലെങ്കിൽ അഡ്മിഷൻ റദ്ദായി പോകും. ഗവൺമെന്റ് സ്കൂളുകളിൽ നമ്മൾ പ്രോസ്പെക്ടസിൽ പറഞ്ഞ പോലെ 10% സീറ്റ് ഇവർക്ക് EWSന് സംവരണം ഉണ്ട്. പക്ഷേ അനക്സർ 1 അനക്സർ 2 അഡ്മിഷൻ സമയത്ത് ഹാജരാക്കിയാൽ മാത്രമേ നമുക്ക് ഈ സീറ്റ് ലഭിക്കൂ. പിന്നെ ഇവിടെ കൊടുക്കുന്ന വരുമാനം ഉണ്ടാവും. ആ വരുമാനം തെറ്റാതെ സൂക്ഷിക്കുക. ഇത്രയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, അപേക്ഷയിൽ ഓൺലൈനായി 10ാം തരം പഠിച്ച സ്കൂളിന്റെ വിവരങ്ങൾ നൽകുക. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിച്ച സ്കൂൾ ഹയർ സെക്കൻഡറി ആണെങ്കിൽ വരും. ഹയർ സെക്കൻഡറി സ്കൂൾ ആണെങ്കിൽ മാത്രമേ ഇതിൽ കാണിക്കൂ. 10ാം ക്ലാസ് പഠിച്ചത് ഹയർ സെക്കൻഡറി മാത്രമേ കാണിക്കൂ. അല്ലെങ്കിൽ നമ്മൾ അതേഴ്സ് കൊടുക്കുക. നമ്മളിവിടെ അപേക്ഷയിൽ കണ്ടു ഈ സെലക്ട് സ്കൂളുകൾ എന്നുള്ളത്, അതിൻ്റെ ഡീറ്റെയിലാണ് പറയുന്നത്. നമ്മൾ പഠിച്ച സ്കൂൾ ഹയർ സെക്കൻഡറി ആണെങ്കിൽ മാത്രമേ ഈ ലിസ്റ്റിൽ പേര് വരൂ. അല്ലെങ്കിൽ അതേഴ്സ് കൊടുക്കുക. നമ്മൾ പഠിച്ച സ്കൂളിൽ 10ാം ക്ലാസ് വരെ ഉള്ളെങ്കിൽ ഇതിലെല്ലാവർക്കും അതേഴ്സ് ആവും. ഹയർ സെക്കൻഡറി ഉള്ള സ്കൂളിലാണെങ്കിൽ ആ സ്കൂളിൻ്റെ പേര് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ യോഗ്യതാ പരീക്ഷയുടെ വിവരങ്ങൾ ഇതിൽ നമ്മൾ ചോദിച്ചു. ബോർഡ് എക്സാം പാസ്സായത് യെസ് കൊടുക്കുക. CBSE-കാർക്കാണ് ഇവിടെ ഒരു ഇഷ്യൂ വരുന്നത്. 2018 മുമ്പ് അവർക്ക് ബോർഡ് എക്സാം ഇല്ലെങ്കിൽ അത് നോ കൊടുക്കുക. ഇത് നേരത്തെ നമ്മൾ കാണിച്ചു. കാസ്റ്റ്, കാൻഡിഡേറ്റ് നെയിം, സെലക്ട് കാസ്റ്റ്, ഇതിലുള്ള ഈ ഫോമിൻ്റെ ഒരു എക്സ്പാൻഷൻ ആണ്. നമ്മൾ ഈ ഫോം ഇതിൽ ചെറുതായിട്ടാണ് കാണിച്ചത്. ഇവിടെ നമുക്ക് കാസ്റ്റ് നമ്മളിവിടെ കാണിച്ചു. SLCയിലുള്ള ഡാറ്റ വരും. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആണ് ഇതിൽ പറയുന്നത്.
ഈ കാസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ തെറ്റുകൂടാതെ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ജെൻഡർ, കാസ്റ്റ്, കമ്മ്യൂണിറ്റി ഇതൊക്കെ ഇതിൽ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. OEC ആണെങ്കിൽ മാത്രം ഇതിൽ ടിക്ക് ചെയ്യുക. റിലീജിയൻ കൊടുക്കുക. ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും. ആധാർ നമ്പർ ഉണ്ടെങ്കിൽ അത് നൽകുക. നമ്മൾ നേരത്തെ പറഞ്ഞു. മൈനോറിറ്റി, ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ കൊടുക്കുക. IEDC കാറ്റഗറി കൊടുക്കുക. അതൊക്കെ നമ്മൾ ഇതിൽ ഓരോ സെക്ഷനും നമ്മൾ പറഞ്ഞതാണ്. പഞ്ചായത്ത്, താലൂക്ക് നമ്മൾ പറഞ്ഞു. തെറ്റായ വിവരങ്ങൾ കൊടുത്താൽ അഡ്മിഷൻ റദ്ദ് ചെയ്യപ്പെടാം, നമ്മൾ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പഞ്ചായത്ത്, താലൂക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കൃത്യമായിട്ട് തെറ്റുകൂടാതെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മേൽവിലാസം നമുക്കത് പെർമനന്റ്, അത് നേരത്തെ അഡ്രസ് ഓട്ടോമാറ്റിക് വരും. SLC കുട്ടികൾക്കൊക്കെ ഓട്ടോമാറ്റിക് വരും. അല്ലാത്തവർക്ക് ഇത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ രക്ഷിതാക്കളുടെ മേൽവിലാസം പലർക്കും CBSE മറ്റുള്ള കുട്ടികളൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ തെറ്റ് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയർ സെക്കൻഡറി മാർക്ക് ലിസ്റ്റിൽ രക്ഷകർത്താവിൻ്റെയും അമ്മയുടെയും രണ്ടാളുടെയും പേര് വരും. അതുകൊണ്ട് ഇവിടെ തെറ്റിപ്പോയാൽ പിന്നീട് അത് തിരുത്തുന്നതിന് എളുപ്പമല്ല. അതുകൊണ്ട് ഇവിടെ ഡാറ്റ കൊടുക്കുമ്പോൾ തന്നെ കൃത്യമായ വിവരങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ഈ ബോണസ് പോയിന്റ് കാര്യം പറഞ്ഞു. ബോണസ് പോയിന്റ് എങ്ങനെയാണ് നോക്കേണ്ടത്? ലിറ്റിൽ കൈറ്റ്സിലെ A ഗ്രേഡ് തന്നെ വേണം. SSLC പരീക്ഷയ്ക്ക് ഗ്രേസ് മാർക്ക് ലഭിച്ചുള്ളവർക്ക് മേൽ വിവരിച്ച ബോണസ് പോയിന്റ് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അപ്പൊ അത് ഗ്രേസ് മാർക്ക് ലഭിച്ചവർക്ക് അത് ആക്റ്റീവ് ആവില്ല. ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് രേഖകൾ വേണം. പരമാവധി 10 പോയിന്റ് ആണ് ഒരു കുട്ടിക്ക് ലഭിക്കുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കായിക മത്സരങ്ങളിൽ ഇതിൽ പങ്കെടുത്ത് രേഖപ്പെടുത്തുക. ആകെ ഗ്രേഡുകളുടെ എണ്ണം എത്ര എണ്ണം കിട്ടി, എത്ര A ഗ്രേഡ് കിട്ടിയെന്ന് വെച്ചാൽ 2 എന്ന് കൊടുക്കുക. അത് ആ ബോക്സിൽ കൊടുക്കുക. പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ പാർട്ടിസിപ്പേഷൻ കൊടുക്കുക. ഈ കോളങ്ങളിലൊക്കെ നമുക്ക് എണ്ണം കൊടുത്താൽ മതി. 2 A ഗ്രേഡ് ആണെങ്കിൽ 2 A ഗ്രേഡ്, അങ്ങനെ ഏതാണെങ്കിൽ സ്ഥാനമാണെങ്കിൽ സ്ഥാനം, A ഗ്രേഡ് ആണെങ്കിൽ A ഗ്രേഡ്. അപ്പോൾ NTSC അതിൻ്റെ കാര്യങ്ങൾ, NTSC, NNMSC, USS, LSS അത് ടിക്ക് ചെയ്യുക. ഗ്രേഡിൻ്റെ എണ്ണം കൊടുക്കുക. ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ആ ടിക്ക് ചെയ്യാൻ കൊടുക്കുക. ഇതിന് കൃത്യമായ ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിൽ തന്നെ കൃത്യമായിട്ട് അത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഗ്രേഡുകളാണ്. SSLC സ്കീം 1-ന് ഓട്ടോമാറ്റിക് ഇവിടെ എല്ലാ ഗ്രേഡും വന്നിട്ടുണ്ടാവും. നമ്മൾ ജസ്റ്റ് സബ്മിറ്റ് ചെയ്ത് കൊടുത്തു പോയാൽ മതി. വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. റിവാലുവേഷൻ ഉള്ളവർക്ക് ഇവിടെ ഗ്രേഡ് ഇപ്പോൾ നിലവിൽ വന്ന ഗ്രേഡാണ് കാണുക. അത് റിവാലുവേഷൻ കഴിഞ്ഞ് റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക് സൈറ്റ് അപ്ഡേഷൻ വരും. അതുകൊണ്ട് റിവാലുവേഷൻ ഉള്ളവർ ഇപ്പോൾ അപേക്ഷിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. അവർക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം. അവരുടെ ഗ്രേഡ് വ്യത്യാസം വന്നാൽ സോഫ്റ്റ്വെയർ അത് അപ്ഡേഷൻ വരുത്തും. അപ്പോൾ നമ്മുടെ ഗ്രേഡ് എല്ലാം ശരിയാണെന്ന് നോക്കി ഉറപ്പുവരുത്തണം. ഈ സ്കീം 2-ൽ വരുന്ന ഗ്രേഡുകൾ ഇതിൽ വരും. അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റ് നോക്കി അവരുടെ കാര്യങ്ങൾ എൻ്റർ ചെയ്യണം. സ്കീം 3 ഓരോ സ്കീമിൻ്റെ ഇതിൽ കൃത്യമായിട്ട് വരും. THLC ആണ് സ്കീം 3. സ്കീം 4 എന്ന് പറഞ്ഞാൽ CBSE ആണ്. CBSE കുട്ടികൾ ഇവിടെ ഈ മാത്സിൻ്റെ അവിടെ ശ്രദ്ധിക്കുക. ബേസിക് മാത്സോ സ്റ്റാൻഡേർഡ് മാത്സോ എന്ന് കൊടുക്കുക. ബേസിക് മാത്സ് കൊടുത്തവർക്ക് കണക്ക് വിഷയമുള്ള സയൻസ് സബ്ജക്റ്റിൽ അപേക്ഷിക്കാൻ പറ്റില്ല. സ്റ്റാൻഡേർഡ് മാത്സ് വേണം. ഇവിടെ മാർക്ക് കൊടുക്കുക. ഗ്രേഡ് ഇതിൽ നോർമലൈസ്ഡ് വിത്ത് ഗ്രേഡ് SLC ആവും. നമ്മുടെ മാർക്ക് ഇവിടെ എൻ്റർ ചെയ്താൽ മതി. മാർക്കാണ് ഇവിടെ എൻ്റർ ചെയ്യാനുള്ളത്. അപ്പോൾ മാർക്കിൽ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ബേസിക് മാത്സ്, സ്റ്റാൻഡേർഡ് മാത്സ് ഉണ്ട്. മാത്സ് ഉൾപ്പെട്ട സയൻസ് കോമ്പിനേഷൻ പഠിക്കണമെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് മാത്സ് പാസ്സാവണം. കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CBSE പഠിച്ച കുട്ടികൾ ഇവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അത് ഓക്കെ കൊടുത്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. CBSE ഏതെങ്കിലും വിഷയം പഠിച്ചിട്ടില്ലെങ്കിൽ പകരം വിഷയം ഏതാണോ തിരഞ്ഞെടുത്ത് ഇവിടെ കൊടുക്കാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. CBSE ഏതെങ്കിലും വിഷയം, നമ്മൾ പഠിക്കാത്ത വിഷയം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് സെലക്ട് ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് സബ്ജക്റ്റ് മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് മാറ്റി കൊടുത്ത് നമുക്ക് അതിൻ്റെ മാർക്കുകൾ കൊടുക്കാം. കോംബോ ബോക്സിൽ നിന്ന് സബ്ജക്റ്റ് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ICSE സ്കീമിൻ്റെ അതുപോലെ തന്നെ ഇതിൽ മാത്സ്, ഇതിന് സബ്ജക്റ്റ് സ്റ്റഡിയുടെ നമുക്കിവിടെ എസിന് ഏതാണെന്ന് വെച്ചാൽ കൊടുക്കാനായിട്ട് പറ്റും. വേറെ സബ്ജക്റ്റുകൾ മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ സ്കീമിനും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ICSEയുടെ സബ്ജക്റ്റ് മാറ്റുന്നതിന് ഇവിടെ ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടാവും. SSLC IED അത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. SSLC ആ ഒരു സ്കീമിൽ പാസ്സായവർ മാത്രമേ ഇതിൽ എൻട്രി ചെയ്യുള്ളൂ. വേറെ ആരും എൻട്രി ചെയ്യണ്ട. SSLC IED സ്കീമിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ മാത്രം. അതേഴ്സ് ആണെങ്കിൽ ഏത് ബോർഡാണ്, ഏത് സ്റ്റേറ്റ് ആണ്, ആ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. ഇവർക്ക് പറഞ്ഞു ഈക്വലൻസി സർട്ടിഫിക്കറ്റ് വേണം. അതിൽ കൃത്യമായിട്ട് ഈക്വലൻസി അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഇന്ത്യക്ക് പുറത്തുള്ള അതർ കൺട്രി ആണെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും.
ഇവരുടെ ഗ്രേഡ് ഇങ്ങനെ ഓരോ സ്റ്റേറ്റിൻ്റെയും നമുക്ക് സെലക്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇതെല്ലാം കൃത്യമായി നോക്കിയിട്ട് ഗ്രേഡ് പോയിന്റ് നൽകി ഗ്രേഡ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. വിഷയങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ നിർദ്ദേശങ്ങൾ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ക്വാളിഫയിങ് എക്സാമിനേഷൻ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്കീം 8 ടീച്ചേഴ്സ് ന്യൂ എഡ്യൂക്കേഷൻ സ്കീം 2016 തൊട്ടുള്ള സ്കീമാണ്. അത് പഠിച്ചവർക്ക് ഇവിടെ എൻ്റർ ചെയ്യുക. ഇത്രയും ഗ്രേഡ് പോയിന്റ് കഴിഞ്ഞ് നമ്മുടെ ഗ്രേഡ് പോയിന്റ് ഇപ്പോൾ എല്ലാ സ്കീമിനെയും പറഞ്ഞു. ആ ഗ്രേഡ് പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതാണ് നമ്മുടെ ഓപ്ഷൻ കൊടുക്കുക. ഈ ഓപ്ഷൻ കൂടി കൊടുത്താലാണ് നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ എത്ര ഓപ്ഷൻ വേണമെങ്കിലും 50 ഓപ്ഷൻ 60 ഓപ്ഷൻ എത്ര ഓപ്ഷൻ വേണമെങ്കിലും കൊടുക്കാം. നമുക്കിവിടെ കൊടുക്കേണ്ടത് സ്കൂളിൻ്റെ കോഡ് മാത്രമാണ് ഇവിടെ കൊടുക്കാൻ പറ്റൂ. ഈ ഓപ്ഷൻ വരുന്ന സ്ഥലത്ത് ഒന്നാമത്തെ ഓപ്ഷൻ സ്കൂൾ കോഡ് കൊടുക്കാം. സെലക്ട് കോഴ്സ്, ആ സ്കൂളിലുള്ള കോഴ്സുകൾ ഇവിടെ വരും. അവിടെ കോംബോ ബോക്സിൽ സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക. അങ്ങനെ ഒരെണ്ണം സേവ് ചെയ്ത് അടുത്തത് അങ്ങനെ എത്ര സ്കൂളുകൾ വേണമെങ്കിലും നമുക്ക് കൃത്യമായി ചെയ്യും. ഇവിടെ സ്കൂള് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കൂൾ ലിസ്റ്റ് കിട്ടും. ഈ തൊട്ടടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നീലയിൽ ക്ലിക്ക് ചെയ്താൽ ഓരോ സ്കൂളിലെ ലിസ്റ്റ് കിട്ടും. നമ്മുടെ സ്കൂൾ ഏതാണെന്ന് നമുക്കറിയാൻ സാധിക്കും. നമ്മൾ ഏറ്റവും എളുപ്പം നമ്മൾ പ്രോസ്പെക്ടസ് നോക്കി നമുക്ക് ഇഷ്ടമുള്ള സ്കൂളുകളുടെ ഒരു ലിസ്റ്റ് ഒരു ഓർഡറിൽ തയ്യാറാക്കി എഴുതി വയ്ക്കുകയാണെങ്കിൽ നമുക്കത് നോക്കി ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ തയ്യാറാക്കി വയ്ക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് മാറി. ഓപ്ഷനെല്ലാം കൊടുത്തു കഴിഞ്ഞു. ഓപ്ഷനുകൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, സ്കൂളുകളുടെ ഓപ്ഷൻ ഉണ്ടാവും. നമുക്ക് എന്താണോ ഇഷ്ടം അതനുസരിച്ച് ഓപ്ഷൻ ക്രമീകരിക്കുക. നമുക്ക് നേരത്തെ WGPA കണ്ടു, സ്കൂളുകളുടെ ഗ്രേഡ് പോയിന്റ് കണ്ടു. അതൊക്കെ നോക്കി നമുക്ക് പോകാൻ പറ്റാവുന്നതും അപേക്ഷിക്കാൻ പറ്റാവുന്നതുമായ സ്കൂളുകൾ ഓർഡറിൽ കൃത്യമായിട്ട് കൊടുക്കുക. എത്ര സ്കൂൾ വേണമെങ്കിലും കൊടുക്കുക, അതിന് യാതൊരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളില്ല. അപ്പം അത് കൃത്യമായിട്ട് നമുക്ക് പോകാൻ സാധിക്കുന്നതും ചെയ്യാൻ അടുത്തുള്ള സ്കൂളുകൾ അതൊക്കെ നോക്കി നമുക്ക് ആഗ്രഹമുള്ള കോഴ്സ് കോമ്പിനേഷൻ ഒക്കെ ശ്രദ്ധിച്ച് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ സർട്ടിഫിക്കറ്റ് ഡേറ്റ് നമ്പർ അത് കൊടുക്കണം. അതിൻ്റെയൊക്കെ ഹെൽപ്പ് ഫയൽ നമ്മൾ ഇതിലുണ്ട്. ഇത് ഈക്വലൻസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇവിടെ ബ്രൗസ് ചെയ്യാൻ ഓപ്ഷൻ വരും. മെഡിക്കൽ ബോർഡ് IED കാറ്റഗറിക്ക് ഇവിടെ ബ്രൗസ് ചെയ്യാൻ ഓപ്ഷൻ വരും. മറ്റൊരു സർട്ടിഫിക്കറ്റ് ഇവിടെ ബ്രൗസ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഇല്ല. ഈ 2 സർട്ടിഫിക്കറ്റിന് മാത്രമേ PDF ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് വരുന്നുള്ളൂ. ബാക്കി ഒരു കുട്ടികൾക്കും ഒരു സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ട്രയൽ അലോട്ട്മെന്റിന് ശേഷം നമുക്കത് തിരുത്തുന്നതിന് ഓപ്ഷൻ ഉണ്ട്. ഇത്രയും കഴിഞ്ഞ് നമ്മുടെ അപേക്ഷയുടെ ഇത് പൂർണ്ണമായി. ഇത് അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ അപേക്ഷ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നമുക്ക് ആവശ്യമുള്ള എല്ലാ രേഖകളും കിട്ടി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് ഡാറ്റ എൻട്രിയിലേക്ക് പ്രവേശിക്കേണ്ടാവൂ. അവസാനം കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാറ്റാനായിട്ട് ട്രയൽ അലോട്ട്മെന്റ് വരെ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് അപേക്ഷിക്കാനുള്ള അനുബന്ധമായ എല്ലാ രേഖകളും തയ്യാറായി എന്ന് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കിത് ചെയ്യേണ്ടതുള്ളൂ. നമുക്കിവിടെ കാസ്റ്റിന്റെ ലിസ്റ്റ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് SLC ബുക്കിൽ കാസ്റ്റ് വരും. ആ SLC ബുക്ക് കാസ്റ്റ് വരുന്നത് ഇതിൽ എൻട്രി നടത്തുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കിത് ജനറൽ വരുന്നതൊക്കെ ജനറൽ കാറ്റഗറി തന്നെയാണ്. SC കോഡ് 7 ആണ്. SC കുട്ടികൾ SC കാറ്റഗറി വരുന്നത് SC കോഡ് 7 നമ്മൾ നേരത്തെ അതിൽ കാണിച്ചു, അപേക്ഷയിൽ കാണിച്ചു, കോഡ് കൊടുക്കേണ്ടതുണ്ട്. ആ 7 ആണ്. STക്ക് 8 ആണ്. മുസ്ലിം, ഇസ്ലാം, OBC അവർക്ക് കോഡ് 3 ആണ് വരുന്നത്. ലാറ്റിൻ കാത്തലിക്കൽ കോഡ് 4. ഇതിനൊക്കെ കോഡാണ്. ഈ ഒരു കോഡുകൾ നമ്മൾ കൃത്യമായിട്ട് നോക്കുക. ഈ ഈഴവ, തീയ, ബില്ലവ ഇവർക്കാണ്. OBC ആണെങ്കിലും ഇവർ വരുന്നത് കോഡ് നമ്പർ 2 വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഈ ഒരു പോയിന്റ് വരുമ്പോൾ നമുക്കത് വളരെ പ്രശ്നമുള്ള ഒരു കാര്യമാണ്. അതായത് അപേക്ഷയിൽ നമ്മൾ കാസ്റ്റിന്റെ ഇത് വരുമ്പോൾ ശ്രദ്ധിച്ചു കൊടുത്തില്ലെങ്കിൽ നമുക്കിവിടെ നമ്മൾ പറഞ്ഞു, ഇവിടെ സെലക്ട് കമ്മ്യൂണിറ്റി, ഇവിടെയൊക്കെ നമുക്ക് കോഡുകൾ വരും. ആ കോഡ് തെറ്റരുത്. കമ്മ്യൂണിറ്റി ഇവിടെ 07 ETB ഒക്കെ 02 ആണ്. അവർ OBC ആണെങ്കിൽ കൂടി അവര് ഈഴവാസ്, തീയ ഇതൊക്കെ കാറ്റഗറി വരുന്നത് കോഡ് നമ്പർ 2 ആണ്. അവരുടെ മാർക്ക് ലിസ്റ്റിൽ OBC എന്ന് കണ്ടാലും ഈ ഒരു കാറ്റഗറി 2 കൊടുക്കുക. നമ്മൾ നേരത്തെ പ്രോസ്പെക്ടസിൽ കണ്ടു, ഗവൺമെന്റ് സ്കൂളിൽ ഈഴവ കാറ്റഗറിക്ക് സെപ്പറേറ്റ് കോട്ടയാണ്, ഹിന്ദു OBCക്ക് വേറെ കോട്ടയാണ്. അപ്പോൾ ഇതിൽ കാറ്റഗറി മാറിയാൽ ആ കാറ്റഗറിക്ക് അലോട്ട്മെന്റ് കിട്ടുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റിൽ ആ ഒരു കാറ്റഗറി അല്ലെങ്കിൽ നമ്മുടെ അഡ്മിഷൻ അപ്പോൾ തന്നെ റദ്ദായി പോകുന്നതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിശ്വകർമ്മ റിലേറ്റഡ് കമ്മ്യൂണിറ്റി കോഡ് നമ്പർ 15 ആണ്.
അതിൽ ഏതൊക്കെ കമ്മ്യൂണിറ്റി വരികയാണെന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒ ബി സി, ഹിന്ദു ഒ ബി സി ആ ഒരു കാറ്റഗറി, അതായത് ഈ ഇത്രയും കാറ്റഗറി ഇതിനെ ലിസ്റ്റിൽ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ഒ ബി സി 6-ൽ പെടുന്നവർ ഒ ബി സി കാറ്റഗറി ഹിന്ദു ഒ ബി സി 6 തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ വിളക്കത്തിലെ നായർ അങ്ങനെ ഒരു വിദ്യാഭ്യാസ ആനുകൂല്യമുള്ള 30 കാസ്റ്റ് ഉണ്ട്, അവരൊക്കെ ഒ ബി സിയിൽ തന്നെയാണ് പെടുക. ഹിന്ദു ഒ ബി സി കോഡ് നമ്പർ 6-ലാണ് വരിക. ഈ ലിസ്റ്റിന്റെ താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒ ഇ സി കാറ്റഗറിയിൽ വരുന്നവരാണ് ഇവരൊക്കെ. ധീവര ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് വരും. കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റി KN, അവർ ഒ ഇ സി ആണെങ്കിലും KN ആണ്. അവർ കോഡ് നമ്പർ 16. ഇതിന് ഓരോന്നിനും കോഡ് ഉണ്ട്. അതുപോലെ കുടുംബി കോഡ് നമ്പർ 17 ആണ്. ഷെഡ്യൂൾഡ് കൺവേർട്ട് ക്രിസ്ത്യാനിറ്റി കോഡ് നമ്പർ 5 ആണ്. ക്രിസ്ത്യൻ ഒ ബി സി, ഈ ചില കുട്ടികളൊക്കെ ക്രിസ്ത്യൻ ലാറ്റിൻ കുട്ടികളൊക്കെ ഇതിൽ ക്രിസ്ത്യൻ ഒ ബി സി ആണെന്ന് പറഞ്ഞ് കോഡ് നമ്പർ 5 കൊടുക്കും. 5 കൊടുത്ത കൺവെർട്ടഡ് ക്രിസ്ത്യാനിറ്റി ആണ്, അവർക്ക് റിസർവേഷൻ ഉള്ളതാണ്. അപ്പോൾ ഈ ലാറ്റിൻ കത്തോലിക്കലൊന്നും ഇതിൽ കൊടുക്കരുത്. ലാറ്റിൻ കത്തോലിക്കൽ കൊടുക്കാനുള്ളത് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് 4 ആണ്. 5 ആണ് ക്രിസ്ത്യൻ ഒ ബി സി വരുന്നത്. അതേഴ്സ് ഒ ഇ സി ജനറൽ, ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. ഒ ഇ സി ലിസ്റ്റിൽ ഈ ഒ ഇ സി ടിക്ക് ചെയ്യാനായിട്ട് അർഹതയുള്ളവർ, അതായത് അതർ എലിജിബിലിറ്റി കമ്മ്യൂണിറ്റി ഒ ഇ സി ചെക്ക് ബോക്സിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ പട്ടികയിൽ കൊടുത്തവർക്ക് മാത്രമേ ഇവിടെ ഒ ഇ സി ടിക്ക് ചെയ്യാനായിട്ട് പറ്റൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അവർ ഈ ഒരു പട്ടിക ഇവിടെ കൊടുത്തിട്ടുണ്ട്, അവർക്ക് മാത്രമേ ഇതിൽ ടിക്ക് ചെയ്യാനായിട്ട് പറ്റൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രോസ്പെക്ടസിന്റെ അപ്പൻഡിക്സ് ഇത് നമുക്കൊരു ഹെൽപ്പ് ഫയലായിട്ട് തയ്യാറാക്കിയതാണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ കോഡ് നമ്പർ 5 ക്രിസ്ത്യൻ ഒ ബി സി ഒ ഇ സി ആണ്. ഹിന്ദു ഒ ബി സി, ഇത് ഹിന്ദു ഒ ബി സി കോഡ് നമ്പർ 6-ൽ പെടുന്ന കാസ്റ്റ് ഒക്കെയാണ് ഇത്. അതുപോലെ ഓരോ കാറ്റഗറിയിലും പെടുന്ന കാസ്റ്റ് ലിസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഇതിൽ ഈ ഒരു ഹെൽപ്പ് ഫയൽ ഉണ്ട്. കോഡ് നമ്പർ 15, 14 വരുന്നത്, 15 വരുന്നത്, 16 വരുന്നത്, ഒ ഇ സി ലിസ്റ്റ് എന്നെല്ലാം ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ അനുബന്ധം 3 ഈ ഒ ബി സി എച്ച് കാറ്റഗറിയിലേക്ക് 6 ലക്ഷം വരെ വരുമാന പരിധി ഉണ്ടെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസ ആനുകൂല്യം കിട്ടും. പക്ഷെ സീറ്റിന് ഒരിക്കലും ആനുകൂല്യം കിട്ടില്ല. അവർക്ക് സംവരണ സീറ്റുകളിലേക്ക് മതിയായ അപേക്ഷകർ ഇല്ലെങ്കിൽ മാത്രമാണ് ഇത് കിട്ടുകയുള്ളൂ. പ്രവേശനത്തിന് അർഹതയില്ല. ഈ ഒ ബി സി ഹിന്ദു 30 വിഭാഗങ്ങൾക്ക് ഹിന്ദു ഒ ബി സിയിൽ കിട്ടും. അവർക്ക് മറ്റുള്ള ആനുകൂല്യങ്ങൾ, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കും, പക്ഷെ സീറ്റിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. ഓക്കെ, ഇത്രയുമൊക്കെയാണ് കാസ്റ്റിന്റെ കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ അപേക്ഷ പൂർത്തീകരിക്കാൻ. ഓക്കെ, താങ്ക് യു.